ടോപ്പ് ട്യൂഷൻ പാലക്കാട് അവതരിപ്പിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സ് ബുക്കിൽ വരുന്ന 11th ചാപ്റ്ററായ പാർട്സ് ഓഫ് സർക്കിൾസിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ സൊല്യൂഷൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ: In a circle, the length of an arc of central angle 40 degree is 3 pi centimeters. What is the circumference of the circle and the radius? ഇപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൽ 40 ഡിഗ്രി സെൻട്രൽ ആംഗിളിൽ ഫോം ചെയ്യുന്ന ഈ ആർക്കിൻ്റെ ലെങ്ത് പറയുന്നത് 3 pi സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസും അതുപോലെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ: അപ്പോൾ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ പറയുന്നത് 360 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മുടെ 40 ഡിഗ്രി പറയുന്നത് 40/360 ആണ്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/9 കിട്ടും. അപ്പോൾ ഇതാണ് പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് വരുന്നത്. 1/9 പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് ആണ് 40 ഡിഗ്രി പറയുന്നത്. അപ്പോൾ 1/9 പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 3 pi സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 pi സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സർക്കംഫറൻസ് പറയുന്നത് 3 pi × 9 ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 27 pi സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ പറയുന്നത് 2 pi r ആണെന്ന് അറിയാം. അപ്പോൾ 2 pi r ഈക്വൽ ടു 2, അതായത് നമ്മുടെ 2 pi r പറയുന്നത് നമ്മളിവിടെ 27 pi സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വിടേണ്ടത് 27 pi. ദാറ്റ്സ് ഈക്വൽ ടു 2 പൈയും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 2r ഈക്വൽ ടു 27 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് r ഈക്വൽ ടു 27/2 ചെയ്യാം. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 13.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ സർക്കംഫറൻസ് പറയുന്നത് 27 pi സെൻറ്റിമീറ്ററും അതുപോലെ റേഡിയസ് പറയുന്നത് 13.5 സെൻറ്റിമീറ്ററും ആണ്. ക്വസ്റ്റ്യൻ: In a circle, the length of an arc of central angle 25 degree is 4 centimeters. What is the length of an arc of central angle 75 degree in this circle? What is the length of an arc of central angle 75 degree in a circle with radius 1.5 times this circle? നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൽ നിന്നും സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രിയിൽ ഫോം ചെയ്യുന്ന ആർക്കിൻ്റെ ലെങ്ത് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം സർക്കിളിൽ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി വരികയാണെങ്കിൽ ആ ഒരു ആർക്കിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് വന്നിട്ട് ഈ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രിയും അതുപോലെ തന്നെ റേഡിയസ് വന്നിട്ട് ഈ സർക്കിളിനേക്കാളും 1.5 ടൈംസ് കൂടുതലാണെങ്കിൽ ആ ഒരു സർക്കിളിൽ വരുന്ന ആ ആർക്കിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ വന്നത്. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ: അപ്പോൾ നമുക്കറിയാം ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോണ്. ഇപ്പോൾ 75 പറയുന്നത് നമ്മുടെ 25നേക്കാളും 3 ടൈംസ് ആണ്. അതായത് 25 + 25 + 25 ആണ് 75 പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രിയിലുള്ള ഒരു ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അതായത് ഈ കിട്ടിയ 4 സെൻറ്റിമീറ്ററിൽ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 4 × 3 ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി വന്നിട്ട് 12 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് റേഡിയസ് 6ഉം അതുപോലെ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഉള്ളതിൻ്റെ ലെങ്ത് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു അടുത്ത സർക്കിളിൽ നമ്മുടെ റേഡിയസ് 1.5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. അതായത് ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് റേഡിയസ് 1.5 r ആൻഡ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഈക്വൽ ടു 12 × 1 1/2. അപ്പോൾ 1 1/2ന് നമുക്ക് 1 × 2 2 + 1 3/2 ആക്കി എഴുതാം. അപ്പോൾ 12 × 3/2 വരും. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. Question: From a angle of radius 3 centimeters, a small piece is to be cut off to make a ring of radius 1/2 centimeters. അപ്പോൾ ഒരു ബാങ്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് 1/2 റേഡിയസ് ഉള്ള ഒരു റിങ് നമ്മൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഓഫ്? അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും?
പിന്നെ വന്നിട്ട് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബാങ്കിൾ ഇസ് ബെൻഡ് ടു മേക്ക് എ സ്മോളർ ബാങ്കിൾ. ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ബാങ്കിൾ ഉണ്ടാക്കും. അതിൻ്റെ റേഡിയസ് എന്താണ്? ഇത് രണ്ടെണ്ണമാണ് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ആൻസർ. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് ഒരു ഹാഫ് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു റിംഗ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് 3 × 1/2 റേഡിയസ് വരുന്നെങ്കിൽ 3 × 1/6 ചെയ്താലാണ് 1/2 കിട്ടുന്നത്. അതായത് ഹാഫ് പറയുന്നത് 3 × 1/6 പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഓഫ്, നമ്മൾ കട്ട് ചെയ്യേണ്ട പീസിൻ്റെ സെൻട്രൽ ആംഗിൾ പറയുന്നത് 360 × 1/6 ആണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. അപ്പോൾ ആദ്യം ഈ 1/2 പറയുന്നത് 3 എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം 360 × 1/6 ചെയ്താൽ 60 ഡിഗ്രി കിട്ടും. അതാണ് നമ്മുടെ കട്ട് ചെയ്യാൻ പോണ പീസിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിമൈനിങ് പാർട്ടിൻ്റെ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിമൈനിങ് പീസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടി കട്ട് ചെയ്ത പീസിൻ്റെ സെൻട്രൽ ആംഗിൾ പറയുന്നത് 60 ആണ്. അപ്പോൾ നമ്മൾ ടോട്ടലിൽ നിന്ന് 60 മൈനസ് ചെയ്താൽ മതി. അത് 360 - 60 ചെയ്താൽ 300 ആണ് വരുന്നത്. അപ്പോൾ 300 പറയുന്നത് 360ൻ്റെ എത്ര പാർട്ടാണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 300/360 ചെയ്യാം. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തതിനാൽ 5/6 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് കാണുന്നത് റേഡിയസ് ആണ്, സ്മോളർ ബാങ്കിളുടെ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദ സ്മോളർ ബാങ്കിൾ ഈസ് 5/6 ഓഫ് 3. നമുക്ക് ടോട്ടൽ 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 5/6 ആണ് സ്മോളർ ബാങ്കിളുടെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് ഈക്വൽ ടു 3 × 5/6 ചെയ്യാം. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ ആണ് പുതിയ ബാങ്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ക്വസ്റ്റ്യൻ. വിത്ത് ഈച്ച് വെർട്ടെക്സ് ഓഫ് an equilateral triangle as center, an arc of a circle which passes through the other two vertices is drawn to get the given figure. What is its perimeter? അപ്പോൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ വെർട്ടിസസ് സെൻറ്റർ ആക്കിയിട്ട് ഒരു സർക്കിളിൻ്റെ ആർക്ക് വരച്ചു. അത് ബാക്കിയുള്ള 3 വെർട്ടിസസിലും കൂടി പാസ് ചെയ്യുന്ന പോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ഫിഗറാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. അപ്പോൾ 60, 60, 60 ആയിരിക്കും എല്ലാ ആംഗിൾസിൻ്റെയും ഡിഗ്രി പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. ഇത് എ, ഇത് ബി, ഇത് സി കൊടുക്കാം. അപ്പോൾ എ സെൻറ്റർ ആക്കിയിട്ട് നമ്മളൊരു ആർക്ക് ഇവിടുന്ന് വരയ്ക്കുകയാണെങ്കിൽ ഈ ബി സിൻ്റെ ലെങ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ പറയുന്നത് 2πr × ഡിഗ്രി, നമ്മുടെ ആംഗിളിൻ്റെ ഡിഗ്രി /360 ആണ്. ഇപ്പോൾ ഇവിടെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ 60 ഡിഗ്രിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ അസൈൻ ചെയ്യാം. ഇപ്പോൾ 2 × π × 4 × 60/360 ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4/3 π സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ പോയിന്റിൽ വെച്ചിട്ടും വരയ്ക്കുന്ന ആംഗിളിൻ്റെ ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അതെല്ലാം സെയിം തന്നെയായിരിക്കും. Length of arc AB with center C and that of AC with center B are the same as above. അപ്പോൾ ഈ വാല്യൂ തന്നെയായിരിക്കും അതിന് വരുന്നത്. ഇനി നമുക്ക് പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ പറയുന്നത് ഈ ആർക്കിൻ്റെയും അതുപോലെ ഈ ആർക്കിൻ്റെയും ലെങ്ത്ത് ആഡ് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത്ത് അറിയാം, 4/3 ആണ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ ഈക്വൽ ടു, ഇത് നമുക്ക് 4/3 വരും. അപ്പോൾ അതായത് 3 × 4/3 π ആണ് വരുന്നത്. അപ്പോൾ ഇതിന് 3 യും 3യും ക്രോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4π സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4π സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ. വിത്ത് ഈച്ച് വെർട്ടെക്സ് ഓഫ് എ റെഗുലർ ഒക്ടഗൺ ആസ് സെൻറ്റർ an arc of a circle is drawn and the resulting figure is cut off as in the picture below. What is the perimeter of the figure cut off? ഒരു റെഗുലർ ഒക്ടഗണിൻ്റെ വെർട്ടിക്സസ് സെൻറ്റർ ആക്കിയിട്ട്
ആർക്ക്, ഒരു സർക്കിളിൻ്റെ ആർക്ക് വരച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ വെർട്ടിക്സും സെൻറ്റർ ആക്കിയിട്ട് ആർക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് വരും. അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൻ്റെ പെരിമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒക്ടഗൺ എന്ന് പറയുന്നത് 8 സൈഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒക്ടഗണിൻ്റെ എല്ലാ ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒക്ടഗണിന് 8 സൈഡാണുള്ളത്. 8 - 2 പറയുന്നത് 6 ആണ്. അപ്പോൾ 6 × 180 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു 1080 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഒരു ആംഗിളിൻ്റെ, ഒക്ടഗണിൻ്റെ ഒരു ആംഗിളിൻ്റെ ഡിഗ്രി പറയുന്നത് 1080 ഡിവൈഡ് ബൈ അതിൻ്റെ സൈഡ് 8 ഈക്വൽ ടു, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 135 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടി. അതുപോലെ ഒരു സൈഡ് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒക്ടഗണിൻ്റെ ഒരു സൈഡിൻ്റെ അളവ് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പോൾ റേഡിയസ് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആ ഒരു ലെങ്ത് ആയിരിക്കും. അത് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എടുത്താൽ മതി. അതായത് 1 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ്. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ഈ കട്ട് ചെയ്ത ഫിഗറിലുള്ള പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 8 ആർക്കിൻ്റെയും ലെങ്ത്ത് ആഡ് ചെയ്താൽ മതി. അതിൻ്റെയൊക്കെ റേഡിയസ് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൻ്റെ ആംഗിൾ 135 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നത് 2πr × x ഡിഗ്രി ബൈ 360 ആണ്. അപ്പോൾ നമുക്കവിടെ ആ വാല്യൂസ് ഇവിടെ അസൈൻ ചെയ്യാം. 2 × π × റേഡിയസ് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ ആംഗിൾ പറയുന്നത് നമ്മൾ 135 കണ്ടു, അത് ചെയ്യാം. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ആർക്കിൻ്റെ ലെങ്ത്ത്. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് പോലെ തന്നെ ആ 8 ആർക്കിൻ്റെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യണം. അതായത് 8 × ഈ ഒരു ലെങ്ത്ത്, 8 × 2 × π × 1 × 135/360. ഇതൊന്നൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6π സെൻറ്റിമീറ്റർ കിട്ടും. അതായത് ഈ കട്ട് ചെയ്ത ഈ ഒരു ഫിഗറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6π സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ: ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി? ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് പറയുന്നത് 3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന ഒരു സെക്ടറിൻ്റെ ഏരിയ എന്തായിരിക്കും? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റേഴ്സ്? അതുപോലെ തന്നെ ഒരു 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന മറ്റൊരു സെക്ടർ, അതിൻ്റെ റേഡിയസ് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് റേഡിയസ് 3യും എക്സ് പറയുന്നത് 120 ഡിഗ്രിയുമാണ്. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ πr² × x ഡിഗ്രി ഡിവൈഡ് ബൈ 360 ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ആറും എക്സിൻ്റെ വാല്യൂം അസൈൻ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു π × 3 × 3 × 120 ഡിവൈഡ് ബൈ 360 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3π² സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഇവിടെ ആറ് പറയുന്നത് 6 തന്നിട്ടുണ്ട്, അതുപോലെ എക്സ് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ പറയുന്നത് πr² × x ഡിഗ്രി ഡിവൈഡ് ബൈ 360 ആണ്. അപ്പോൾ അതിൽ വാല്യൂസ് അസൈൻ ചെയ്താൽ π × 6 × 6 × 120/360 കിട്ടും. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 12π² സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ ഇൻ ദ പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ ഗ്രീൻ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഔട്ടർ റീജിയനിൽ നിന്നും ഇന്നർ റീജിയൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആൻസർ: ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ട് സബ്ട്രാക്ട് ദ ഏരിയ ഓഫ് ഇന്നർ സെക്ടർ ഫ്രം ദ ഔട്ടർ സെക്ടർ. ഔട്ടർ സെക്ടറിൽ നിന്നും ഇന്നർ സെക്ടറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഔട്ടർ സെക്ടറിൻ്റെ ഏരിയ കാണാം. അപ്പോൾ ഔട്ടർ സെക്ടറിൻ്റെ എങ്ങനെ കാണുക? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? πr² × x/360 ആണ്. അപ്പോൾ ഇതിൽ πr² പറയുന്നത് നമുക്ക് 3 ആണ് റേഡിയസ് പറയുന്നത്. ഔട്ടറിൻ്റെ റേഡിയസ് 3 ആണ്. അപ്പോൾ നമ്മുടെ r പറയുന്ന വാല്യൂ 3 ആണ്. അപ്പോൾ π × 3 × 3 നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട് 120 ഡിഗ്രി. അതാണ് 120/360 ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു
ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത് ഇൻറ്റു നമ്മുടെ പൈൻ്റെ വാല്യൂ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തു 3.14. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9.42 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. ഇനി നമുക്ക് ഏരിയ ഓഫ് ഇന്നർ സെക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ അതും ഇതുപോലെ ഈ ഇക്വേഷൻ തന്നെയാണ്. അതിനകത്ത് റേഡിയസിന് മാത്രം വ്യത്യാസം വരുള്ളൂ. റേഡിയസ് പറയുന്നത് 2 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 120/360 ചെയ്യാം. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4/3 പൈ കിട്ടും. പിന്നെ 4/3 ഇൻറ്റു 3.14 ചെയ്ത് കഴിഞ്ഞാൽ 4.19 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻസർ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ആൻസറിൽ നിന്നും ഈ ഒരു ആൻസർ മൈനസ് ചെയ്യാം. അതായത് ഔട്ടർ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്നും ഇന്നർ സെക്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഈക്വൽ ടു 9.42 മൈനസ് 4.19. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5.23 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5.23 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഇൻ ദ പിക്ചർ ബിലോ arc of a circle is drawn with each vertex of a equilateral triangle as center and half the side as radius. Calculate the area of the blue region. ഇപ്പോൾ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ വെർട്ടീസസും സെൻറ്റർ ആക്കിയിട്ട് 3 സെക്ടർ അതിനകത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഷെയ്ഡഡ് പോർഷൻ അവിടെ കാണാം ബ്ലൂ കളറിൽ. അപ്പോൾ ആ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഈ ബ്ലൂ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും ആ സെക്ടേഴ്സിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അതായത് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ക്യാൻ ബി ഫൗണ്ട് ബൈ സബ്ട്രാക്ടിങ് ദ 3 സർക്കുലർ സെക്ടേഴ്സ് ഏരിയ ഫ്രം ദ ഏരിയ ഓഫ് ദ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പം നമുക്കൊരു സൈഡ് തന്നിട്ടുണ്ട്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി സൈഡ്സ് ഒന്ന് തന്നെയായിരിക്കും 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ, ദെൻ ഇറ്റ്സ് ഏരിയ ഈക്വൽ ടു √3a² ഡിവൈഡ് ബൈ 4. അപ്പോൾ നമുക്ക് എ അറിയുന്നത് അറിയാം 4 ആണ്. അപ്പോൾ √3 ഇൻറ്റു 4² ഡിവൈഡ് ബൈ 4. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4√3 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഒരു സെക്ടറിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം πr² ഇൻറ്റു x/360 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഈ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ ഈ ഒരു റേഡിയസ് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് 4 ഡിവൈഡ് ബൈ 2 ആണ് അതിൻ്റെ റേഡിയസ് പറയുന്നത്. അപ്പോൾ ഒരു സെക്ടർ പറയുന്നത് π ഇൻറ്റു 2² ഇൻറ്റു ഇപ്പോൾ ആംഗിൾ പറയുന്നത് എങ്ങനെ 60 വന്നു വെച്ചാൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും സെയിം ആയിരിക്കും. അതായത് 60 എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആംഗിളും സെയിം ആയിട്ട് വരും. അതുകൊണ്ടാണ് അവിടെ 60 എടുത്തിരിക്കുന്നത്. 60 ഡിവൈഡ് ബൈ 360 ദാറ്റ്സ് ഈക്വൽ ടു 2² പറയുന്നത് 4 ആണ്. 4π ഇൻറ്റു ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/6 കിട്ടും. ഇത് നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2/3 π സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടത്. അപ്പോൾ ബാക്കി സെക്ടറിൻ്റെ ഏരിയാസ് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാ സെക്ടറിൻ്റെയും ഏരിയ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 2/3 π ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2π സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി 4√3 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഈ സെക്ടേഴ്സിൻ്റെ ഏരിയയും കിട്ടി 2π സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ റീജിയൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. Therefore, area of the shaded portion equal to 4√3 minus 2π. 4√3 minus 2 into 3.14. 4 into √3ൻ്റെ വാല്യൂ വന്നിട്ട് 1.732 ആണ്. മൈനസ് 2 into 3.14. ദാറ്റ്സ് ഈക്വൽ ടു 6.928 മൈനസ് 6.28. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.648 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ അല്ലെങ്കിൽ ബ്ലൂ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: In the picture below, arcs of circles are drawn centered on 2 opposite vertices of a square passing through the other 2 vertices. What is the area of green region? ഇപ്പോൾ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ വന്നിട്ട് സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് വെച്ചിട്ട് ഓപ്പോസിറ്റ് വെർട്ടിസസ് സെൻറ്റർ ആക്കിയിട്ട്
രണ്ട് ആർക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ആർക്ക് വന്നിട്ട് ബാക്കി രണ്ട് സൈഡിലൂടെ ബാക്കി രണ്ട് വെർട്ടിസസിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിനെ തന്നെ രണ്ട് ഫിഗറാക്കി മാറ്റാം. ഒന്ന് ഇത് താഴോട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഇത്രയും ഫസ്റ്റ് സെക്ടറിന്റെ ഫിഗറും അതുപോലെ രണ്ടാമത്തെ ഒരു സെക്ടറിന്റെ ഫിഗറുമായിട്ട് നമുക്ക് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്ററിന്. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4 × 4 = 16 സ്ക്വയർ സെന്റിമീറ്റർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ആർക്കും സെപ്പറേറ്റ് ഇമേജസ് ആയി കണ്ടു കഴിഞ്ഞാൽ ഫിഗർ 1 പറയുന്നത് 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള അതുപോലെ 90 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു സെക്ടർ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ സെക്ടറിന്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ സെക്ടറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? πr² ഇൻറ്റു x/360 ആണ്. അപ്പോൾ ഇവിടെ എക്സ് പറയുന്നത് നമ്മുടെ 90 ആണ്. 90/360 പറയുന്നത് 1/4 ആണ്. അപ്പോൾ 1/4 ഇൻറ്റു പൈ ഇൻറ്റു 4² ദാറ്റ്സ് ഈക്വൽ ടു 4π² സെന്റിമീറ്റർ. അപ്പോൾ ഇതും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4π² സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ റീസൺ പറയുന്നത് 90 ഡിഗ്രി വരുന്നത് 1/4 ഇൻറ്റു 360 ആണ്. നെക്സ്റ്റ് ഫിഗർ 2 എടുക്കാം. അപ്പോൾ അതിൻ്റെയും ഷെയ്ഡഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൈഡ് 4 സെന്റിമീറ്ററും അതുപോലെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെയും ഏരിയ പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്യാം. 1/4 ഇൻറ്റു പൈ ഇൻറ്റു 4² ദാറ്റ്സ് ഈക്വൽ ടു 4π² സെന്റിമീറ്റർ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഏരിയ പറയുന്നത് മൊത്തം സ്ക്വയറിൻ്റെ ഏരിയയും പ്ലസ് ഈ ഷെയ്ഡഡിൻ്റെ ഏരിയ ആണ്. അതായത് sum of these two areas equal to area of the square plus area to be found, that is shaded portion in the question. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 4π + 4π = 16 പ്ലസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ. അപ്പോൾ ഇത് ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഈക്വൽ ടു 4π + 4π മൈനസ് 16 കിട്ടും. ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8π - 16 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് ഈ ഒരു ഗ്രീൻ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് 8π - 16 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. Question: The picture below shows two same radii, each passing through the center of the other. Calculate the area of the region common to both. അപ്പോൾ നമുക്ക് രണ്ട് സർക്കിൾ തന്നിട്ടുണ്ട്. ആ രണ്ട് സർക്കിളിൻ്റെയും റേഡിയസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഈ സർക്കിൾ രണ്ട് വരയ്ക്കുമ്പോൾ ഒരു സർക്കിൾ വന്നിട്ട് മറ്റേ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സർക്കിളും ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. The common region between the two circles can be divided along line AB into two equal parts. അപ്പോൾ നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള റീജിയനെ AB പറഞ്ഞ ലൈനും കൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫൈൻഡ് ദ ഏരിയ ഓഫ് വൺ പാർട്ട് ആൻഡ് ഡബിൾ ഇറ്റ് ടു ഗെറ്റ് ദ ടോട്ടൽ ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABC എടുക്കുകയാണെങ്കിൽ ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു സൈഡ് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കിയുള്ള സൈഡും 2 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾ പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് AB = AC = BC = 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ റേഡിയസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈച്ച് ആംഗിൾ 60 ഡിഗ്രി നമ്മുടെ ആംഗിളും വരുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് എയിൽ നിന്നുള്ള സെക്ടർ കണ്ടുപിടിക്കാം. എ സെൻറ്റേർഡ് ആയിട്ടുള്ള സെക്ടർ കണ്ടുപിടിക്കാം. അതുപോലെ ബി സെൻറ്റേർഡ് ആയിട്ടുള്ള മറ്റൊരു സെക്ടറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദ ഏരിയ ഓഫ് സെക്ടർ സെൻറ്റേർഡ് അറ്റ് AN/B = ഇത് നമ്മൾ തന്നെ കാണുന്നത് ഒറ്റ സ്റ്റെപ്പിൽ ആഡ് ചെയ്തേ ഉള്ളൂ. πr² ഇൻറ്റു x/360 ആണ്. അപ്പോൾ r പറയുന്നത് 2 ആണ്. 2². x പറയുന്നത് 60 ആണ്. അപ്പോൾ 60/360 ദാറ്റ്സ് ഈക്വൽ ടു π ഇൻറ്റു 2² ഇൻറ്റു 60/360 ഈക്വൽ ടു ഇതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2/3π കിട്ടും. അപ്പോൾ ഇവിടെ പൈവിൻ്റെ വാല്യൂ നമ്മൾ 3.14 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2.09 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. അതായത് ഏരിയ ഓഫ് ദ സെക്ടർ സെൻറ്റേർഡ് ബൈ എയും ഏരിയ ഓഫ് ദ സെക്ടർ സെൻറ്റേർഡ് ബൈ ബിയുടെയും ആണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് സൈഡിലും എന്ത് വരുന്നുണ്ട്?
നമ്മുടെ ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് നിന്നും ഒരു പ്രാവശ്യം മൈനസ് ചെയ്യണം. 2 പ്രാവശ്യം ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നതുകൊണ്ട് അതൊന്നും മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് √3a²/4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു √3ൻ്റെ വാല്യൂ 1.73 ആണ്. ഇൻറ്റു എ പറയുന്നത് ഒരു സൈഡ് എന്താണ് 2 ആണ്. 2 × 2 / 4. അപ്പോൾ ഇതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1.73 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. അതായത് നമ്മൾ എ സെൻറ്റേർഡ് ആയിട്ടുള്ള സെക്ടറിലും അതുപോലെ ബി സെൻറ്റേർഡ് ആയിട്ടുള്ള സെക്ടറിൻ്റെയും ഏരിയയിൽ ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ 2 തവണ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് മൈനസ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഏരിയ ഓഫ് ദ പാർട്ട് എബോവ് ദ ലൈൻ എ ബി. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് 2.09 + 2.09, അതായത് എ സെൻറ്റർ ആയിട്ടുള്ള സെക്ടറും ബി സെൻറ്റർ ആയിട്ടുള്ള സെക്ടറിനും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് ഈ വാല്യൂ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി 1.73 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1.18 മൈനസ് 1.73 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2.45 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഏരിയ പറയുന്നത്. ഇനി നമുക്ക് ഈ ടോട്ടൽ പോർഷൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ബിൻ്റെ മേലെയുള്ള ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ട്വൈസ് ചെയ്താൽ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത് സർക്കിൾസ് ഈക്വൽ ടു 2 × 2.45, ദാറ്റ്സ് ഈക്വൽ ടു 4.90 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4.90 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. ക്വസ്റ്റ്യൻ: The picture below shows semicircles drawn with the sides of a right triangle as diameters. Prove that the area of the largest semicircle is the sum of the areas of the other two. അപ്പോൾ താഴെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അതിലെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ സൈഡ്സ് വെച്ച് ഡയാമീറ്റർ ആക്കിയിട്ട് 3 സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 സെമി സർക്കിൾസ് ആണ് കാണുന്നത്. ഇതിൽ ഈ ലാർജസ്റ്റ് സെമി സർക്കിളിൻ്റെ ഏരിയ പറയുന്നത് ഈ 2 സെമി സർക്കിൾസിൻ്റെ ഏരിയയുടെ സമ്മാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ അതിൽ ആംഗിൾ ബി പറയുന്നത് 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അതുപോലെ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പറയുന്നത് എ സി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എ സി സ്ക്വയർ അവിടെ അതൊരു ഇക്വേഷനായിട്ട് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ. അപ്പോൾ എ ബി ഡയാമീറ്റർ വരുന്ന ഒരു സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് AB/2 ആണ്. അതായത് ഇത് ഡയാമീറ്റർ ആണ്, അതിൻ്റെ ഹാഫ് ആണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ AB = AB/2. അതും അവിടെ ഇക്വേഷനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ AB കണ്ടുപിടിക്കാം. AB ഡയാമീറ്ററുള്ള ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ പറയുന്നത് 1/2 × π × r ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ നമ്മളത് സെമി സർക്കിളാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഹാഫ് എടുത്ത് 1/2 × π × r² ആണ്. r പറയുന്നതാണ് AB/2 ആണ്. അപ്പോൾ AB/2 ഹോൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/2 × π × AB² / 4 വരും. അതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു π/8 വരും. 8 × AB ഹോൾ സ്ക്വയർ വരും. ഇനി നമുക്ക് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ ആണ്, അതായത് ബി സി ഡയാമീറ്റർ ഉള്ള സെമി സർക്കിളിൻ്റെ ഏരിയ കാണാൻ പോകുന്നത്. അതും 1/2 × π × BC/2 ഹോൾ സ്ക്വയർ ചെയ്യാം. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ π/8 BC ഹോൾ സ്ക്വയർ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ എ സി ഡയമീറ്റർ വരുന്ന ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയയാണ് കാണാൻ പോകുന്നത്. അത് 1/2 × π × AC/2 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു π/8 AC ഹോൾ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഏരിയ പറയുന്നത് ഈ 2 സെമി സർക്കിളിൻ്റെയും ആഡ് ചെയ്ത് കിട്ടുന്ന ഏരിയ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 2 AB-യും അതുപോലെ BC ഉള്ള ഡയമീറ്ററുള്ള 2 സെമി സർക്കിളും കൂടി ഒന്ന് ആഡ് ചെയ്യാം. Sum of the areas of the semicircle, smaller semicircles equal to 1/8 AB whole square plus 1/8 അല്ല π/8 AB whole square plus π/8 BC whole square ചെയ്യാം.
അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് π/8 ഉണ്ട്. അത് പുറത്തോട്ട് എടുക്കാം. π/8 ഇൻറ്റു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു AB പ്ലസ് BC പറയുന്നത് എന്താണ്? നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പറയുന്നത് AC സ്ക്വയർ ആണ്. അതാണ് നമ്മൾ ഇതിനെ എന്താക്കി AC സ്ക്വയർ ആക്കിയിട്ട് എഴുതി. അപ്പോൾ π/8 AC ഹോൾ സ്ക്വയർ ആണ് നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത്. ഇതേ വാല്യൂ തന്നെയാണ് നമുക്ക് AC ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിലും കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് തെളിയിക്കാം? ലാർജർ സെമി സർക്കിളിൻ്റെ ഏരിയ പറയുന്നത് വേറെ രണ്ട് സ്മോളസ്റ്റ് സർക്കിളിൻ്റെ സമ്മാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് തെളിയിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സെമി സർക്കിൾ. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.